ഇന്ന് രാവിലെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തപ്പോ അപ്പം വിളിച്ചിട്ട് എവിടാ നീ, വാ എന്റെ കൂടെ നെടുങ്ങുന്ന വരെ എന്ന് പറഞ്ഞു. കേട്ട പാതി വണ്ടി സ്റ്റാർട്ടാക്കി ഞാൻ അപ്പന്റെ അടുത്തോട്ട് വിട്ടു. പോകുന്ന വഴിക്ക് എനിക്കൊരു വിത്തോട് ബൂസ്റ്റ് ഒക്കെ വാങ്ങി തന്നേ. ബൂസ്റ്റ് ഒക്കെ കുടിച്ചാൽ ഞങ്ങള് നേരെ പോയത് നമ്മുടെ നെടുങ്ങുന്നതുള്ള ഒരു സർവീസ് സ്റ്റേഷനിലോട്ടാണ്. എന്തിനാന്നല്ലേ, ഇന്നലെ അപ്പൻ സർവീസിനിട്ട ഒരു വണ്ടി പിക്ക് ചെയ്യാനായിട്ട്. ഇന്നലെ മഴയ്ക്ക് മുന്നേ സർവീസിനിട്ട വണ്ടി മഴയ്ക്ക് ശേഷം ചെളിയായി. ഇന്ന് രാവിലെ ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് അപ്പനും ബായിയുടെ ഒരുമിച്ച് കഴുകുന്നതാട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. എന്തൊരൈക്കം. ഒരു സൈഡിൽ നമ്മുടെ ബായി അവിടെ നിന്ന് വണ്ടി കഴുകുന്നു, ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ അപ്പൻ അവിടെ നിന്ന് വണ്ടി കച്ചവടം ആലോചിക്കുന്നു. വെളുപ്പാൻ കാലത്ത് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു പോയ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? തല കറങ്ങുന്നതിന് മുമ്പ് ഞാൻ തന്നെ അങ്ങ് കറങ്ങി. സർവീസ് സ്റ്റേഷനിൽ നിന്ന് അപ്പം വണ്ടി എടുത്തോണ്ട് നേരെ പോയത് വണ്ടിക്ക് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ. ഞാൻ ഇപ്പോഴാ ഒരു വണ്ടി കച്ചവടക്കാരന്റെ മോളായത്. ഇത്രയും നാളും അപ്പൻ എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര അഭിമാനത്തോട് പറയും വണ്ടി കച്ചവടം വന്ന്. എന്നാൽ ആ വണ്ടി കച്ചവടത്തിന് പിന്നിലുള്ള ഹാർഡ് വർക്കിന്റെ സ്റ്റോറി ഇന്നാട്ടോ ഞാൻ നേരിട്ട് കാണുന്നത്. പൊല്യൂഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്ത് അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തോണ്ട് പോയി. പിന്നാലെ ഞാനും പോയി. ഈ വണ്ടിക്ക് ടയറും മാറ്റി ATMിലും കയറി നമ്മൾ പിന്നെ പോയത് അടുത്ത സർവീസ് സ്റ്റേഷനിലോട്ടാട്ടോ. ഇവിടെ ഒരു വണ്ടി പകുതിയോളം പണിതിട്ടേക്കും. ആ വണ്ടിയുടെ സീറ്റ് കവറും ബാക്ക് കവറും അങ്ങനെ എന്തൊക്കെയോ കവർ സെറ്റ് ചെയ്യാനായിട്ടോ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്. അപ്പൻ ആ മൂടിയില്ലാത്ത വണ്ടി പോകുമ്പോ ഞാനിവിടെ മൊത്തത്തിൽ മൂടി പതിച്ചാണ് എന്റെ വണ്ടി പോകുന്നത്. എന്റെ ഇന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്ന 10 രൂപയുടെ ഒരു പാക്കറ്റ് ലേസും ഈ കുടിക്കുന്ന വെള്ളവും. ഈ അപ്പന്മാരെയൊക്കെ സമ്മതിക്കണം, വെള്ളം പോലും കുടിക്കാതാണ് നമുക്ക് വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് എന്ത് സത്യമാണ്. എന്നിട്ട് നമ്മളോ പഠിക്കാൻ വിട്ടാ പഠിക്കത്തുമില്ല. വെള്ളോന്റെ മതിലെ കയറി ഉള്ള മാങ്ങായി ലൂപിക്കായും പേരക്കായും ഒക്കെ പറിച്ച് വായി നോക്കി വീട്ടിൽ വരും. അതൊക്കെ പോട്ടെ, നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ആ വണ്ടിക്ക് മൂടിയിടാൻ കൊടുത്ത് അപ്പനെ കൂടി പിന്നെ നമ്മൾ പോയത് വീട്ടിലോട്ടാട്ടോ. പോകുന്ന വഴിക്ക് അപ്പന് വേറൊരു കോള് വന്ന് അപ്പൻ അതിലേയും പോയി, ഞാൻ എന്റെ വണ്ടി എടുത്ത് ഇതിലേയും പോയി. ഇങ്ങനെ ഇതുപോലെ നിങ്ങളുടെ പേരൻസും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടറിയാനൊന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.